Hello friends, welcome to the World Malayalam Recipes. ഇന്നിവിടെ ഞാൻ വളരെ നല്ല അടിപൊളി മാമ്പഴ പുളിശ്ശേരി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വെറും മാമ്പഴ പുളിശ്ശേരി അല്ല കേട്ടോ. നമ്മുടെ കോവിലകം സ്റ്റൈൽ, അതായത് തമ്പുരാട്ടിമാരും തമ്പുരാക്കന്മാരും ഒക്കെ പണ്ടത്തെ അവരുണ്ടാക്കിയിരുന്ന ആ ഒരു സ്റ്റൈലാണ് ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത്. പിന്നെ ബ്രാഹ്മിൻസ് ഉണ്ടാക്കും, നമ്പൂതിരിമാരൊക്കെ ഉണ്ടാക്കിയിരുന്നതാണ് ഇപ്പോൾ ഞാൻ കാണിക്കാൻ പോകുന്ന ഈ മാമ്പഴ പുളിശ്ശേരി. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക കേട്ടോ. അതിന് മുന്നേ ആയിട്ട് സോയ 65 എന്ന റെസിപ്പിക്ക് ആ വീഡിയോയ്ക്ക് കിട്ടിയ ഒരു കമൻറ്റാണ്, ഞാൻ ഉണ്ടാക്കി നോക്കിയിട്ടോ സൂപ്പർ ഗുഡ്. അപ്പോൾ ഇതുപോലെയുള്ള കമൻറ്റുകൾ നമുക്ക് വളരെയധികം പ്രോത്സാഹനം നൽകുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണാൻ ശ്രമിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിരുന്ന സാൽമൺ ഫിഷ് റോസ്റ്റ് റെസിപ്പിക്ക് കിട്ടിയ നല്ലൊരു കമൻറ്റാണ് ഇത്. ഇറ്റ്സ് റിയലി എ ഗ്രേറ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ ആൻഡ് വിറ്റാമിൻ ബി. ഒരുപാട് പോഷക ഗുണങ്ങളുള്ള സാൽമൺ ഫിഷ് കൊണ്ട് ഇങ്ങനെ ഒരു ഹൈലി ഹെൽത്തി റെസിപ്പി ഷെയർ ചെയ്തതിന് ഒത്തിരി താങ്ക്സ് ഡിയർ. രുചി കാരണം ഫിഷ് കൂടുതലും ഫ്രൈ ചെയ്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം, ബട്ട് ഇനി ഈ റെസിപ്പി ഫോളോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ റെസിപ്പിയും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ഒന്ന് കാണാൻ ട്രൈ ചെയ്യൂ കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിലോട്ട് കിടക്കാം. 4 മാമ്പഴം എടുത്തിരിക്കുകയാണ്, അത് തൊലി ചെത്തി മാറ്റി വെച്ചിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ തൊലി ചെത്തി മാറ്റിയല്ല കേട്ടോ, തൊലി ഇങ്ങനെ പറിച്ച് മാറ്റാം മാമ്പഴക്കറിക്കുക, അതായിരിക്കും അതിൻ്റെ ഒരു ട്രഡീഷണൽ സ്റ്റൈൽ. പണ്ടൊക്കെ നമ്മൾ മാമ്പഴ പുളിശ്ശേരി, കാളൻ ഇതൊക്കെ ഉണ്ടാക്കിയിരുന്നത് ഈ കലച്ചട്ടുകളിലാണ് മിക്കവരും ഉണ്ടാക്കി സൂക്ഷിക്കുക. അപ്പോൾ അത് തലേ ദിവസമേ ഉണ്ടാക്കി വെച്ച് അതിൽ തന്നെ വെച്ചിരുന്ന നല്ല ടേസ്റ്റ് കൂടി വരികയുള്ളൂ. ഓണത്തിനൊക്കെ നമ്മൾ തലേ ദിവസമല്ലേ കാളനൊക്കെ ഉണ്ടാക്കി വയ്ക്കുക. അപ്പോൾ ഞാൻ ഇവിടെയും അത് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലോട്ട് കുറച്ച് നെയ്യാണ് ഇവിടെ ചേർത്തിരിക്കുന്നത്. കോവിലകം സ്റ്റൈൽ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യ് തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. അവരൊക്കെ കൂടുതലും നെയ്യാണ് എല്ലാത്തിനും കടുകൊക്കെ വറുക്കാൻ ഉപയോഗിച്ചിരുന്നത്. അതിലോട്ട് കുറച്ച് കടുക് ചേർക്കുക. ഇപ്പോൾ ഇവിടെ 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾക്ക് ഭക്ഷണത്തിന് കുറച്ച് രുചിയൊക്കെ വേണമെങ്കിൽ നമ്മൾ നെയ്യും ഓയിലൊക്കെ അത്യാവശ്യം ഉപയോഗിക്കുക തന്നെ വേണം. ഇനി കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ചേർക്കാം. അതിനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ചേർക്കണം കേട്ടോ. ഉലുവ ചെറുതായിട്ട് മൂത്ത് വന്നു കഴിയുമ്പോൾ ഒരു 2-3 മുളക് ചേർക്കണം, കൊല്ലമുളക്. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. ഇനി നമുക്ക് നമ്മുടെ മാമ്പഴം ചേർക്കാം. മാമ്പഴം ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മതി കേട്ടോ, മാമ്പഴമല്ലേ അപ്പോൾ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ വെള്ളം കുറവാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ മാമ്പഴം വെന്തില്ല എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഇടയ്ക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. വളരെ കുറച്ച് വെള്ളം ഇപ്പോൾ നമുക്ക് ആദ്യം ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കാം. നമുക്ക് ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പക്ക ട്രഡീഷണൽ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ മുളക് പൊടിയല്ല ഉപയോഗിച്ചിരുന്നത്. പണ്ട് മുളക് വറുത്ത് അരയ്ക്കും, നമ്മൾ അരപ്പിൻ്റെ ഒപ്പം അരച്ച് ചേർക്കുകയാണ്. പക്ഷേ ഇവിടെ ഇത്തിരി നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യുകയാണ് കേട്ടോ, മുളക് പൊടി ചേർക്കുകയാണ്. നമുക്ക് അരപ്പ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു 1/2 മുറി തേങ്ങ എടുത്തിരിക്കുകയാണ്. തേങ്ങ അധികം കൂടേണ്ട ആവശ്യമില്ല കേട്ടോ. അതുപോലെ തന്നെ ഒരു പിഞ്ച് ജീരകവും ഒരു പച്ചമുളകും. ഇത് രണ്ടും ഓപ്ഷണലാണ്, ജീരകവും പച്ചമുളകും ഓപ്ഷണലാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് അരയ്ക്കുക. ഇവിടെ തൈര് കൂട്ടിയിട്ടാണ് അരയ്ക്കാൻ പോകുന്നത്. 1 കപ്പോളം തൈര് ഞാൻ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തൈരിൻ്റെ അളവൊക്കെ നമുക്കിടെ ഇഷ്ടം പോലെ കേട്ടോ, നമ്മളുടെ ഇഷ്ടം അനുസരിച്ച് ചേർക്കാം, കൂട്ടിയോ കുറച്ചൊക്കെ ചേർക്കാം. ഇപ്പോൾ തൈര് പിന്നെ ചേർത്താലും മതി, വെള്ളം കൂട്ടിയായാലും അരച്ചാൽ മതി. പക്ഷേ ഞാനിവിടെ തൈര് കൂട്ടി അരയ്ക്കാൻ പോവാണ്. മാമ്പഴം ഒരു പകുതി വേവാകുമ്പോഴേക്കും നമുക്കൊരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഈ മാങ്ങ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ ഇതുപോലെ ഒന്ന് കുത്തി ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ മാമ്പഴത്തിൻ്റെ ആ സത്തൊക്കെ ഇതിലോട്ട് നമ്മൾ വേവിക്കുന്നതിൻ്റെ ഒപ്പം ഇറങ്ങി വന്ന് അത് കറക്റ്റാവും. അപ്പോൾ അത് നന്നായിട്ട് ആ വെള്ളത്തിനോട് അലിഞ്ഞു ചേരും. അപ്പോഴാണ് ആ മാമ്പഴ പുളിശ്ശേരിക്ക് സ്വാദ് കൂടുന്നത്. അങ്ങനെ നമ്മുടെ മാമ്പഴം വെന്ത് വന്നു. പെട്ടെന്ന് വേവൂട്ടോ മാമ്പഴം. നമ്മുടെ മാമ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അരപ്പ് ചേർക്കാം അതിലോട്ട്. വളരെ ഈസി അല്ലേ?
വളരെ സ്വാദിഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് കൽച്ചട്ടിയിലല്ലേ ഉണ്ടാക്കിയിരിക്കുന്നത്, അപ്പോൾ തന്നെ നല്ല ചൂടുണ്ടാവും. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. അതോ ചെറുതായിട്ട് ചൂടായി വന്നാൽ മതി. ആ തിള വരണതിന് തൊട്ട് മുന്നേ ആയിട്ട് നമുക്കിത് ഓഫാക്കണം കേട്ടോ, തിളക്കരുത്. അപ്പോൾ ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കാം നമുക്ക്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കോവിലകം സ്റ്റൈൽ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ എന്നെ എഴുതി അറിയിക്കണം കേട്ടോ. ഇത് നന്ദൂട്ടിക്ക് വേണ്ടിയിട്ടാണ്. ഇത് എപ്പോഴും എൻ്റെ നന്ദൂട്ടിക്ക് ഈ എന്താ പറയുക, എൻ്റെ ഈ തണ്ടടൻ ഇഷ്ടമാണ്, ഭയങ്കര ചിരിയാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കൂടുതൽ ചിരിക്കട്ടെ നന്ദൂട്ടി. അപ്പോൾ നന്ദൂട്ടി മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കി തരാൻ പറയണം കേട്ടോ അമ്മയോട്. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും കാണാം. ബൈ ബൈ.